ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു VKP കൊമേഴ്സ് എഡ്യൂക്കേഷൻ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് ലിങ്കുകളെ കുറിച്ചാണ്, അതായത് കുറച്ച് വെബ്സൈറ്റുകളെ കുറിച്ചാണ്. ഈ കോവിഡ് കാലത്ത് പ്രൈമറി വിദ്യാഭ്യാസം നേടുന്ന കുട്ടികൾ മുതൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന കോളേജ് വിദ്യാർത്ഥികൾ വരെ ഓൺലൈനെ ആശ്രയിച്ചുകൊണ്ടാണ് അവരുടെ പഠനം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് വെബ്സൈറ്റുകളെ കുറിച്ചിട്ടാണ്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് വെബ്സൈറ്റുകളായിട്ടുള്ള നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി, സ്വയം തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾ, അതുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റുകളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വിദ്യാർത്ഥികൾക്ക് അവരുടെ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് ഈ റിസോഴ്സസ് ലഭ്യമാകുന്ന സോഴ്സുകൾ അവരുടെ വിദ്യാഭ്യാസത്തെ കുറച്ചും കൂടി ഗുണമേന്മയുള്ളതായിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള വെബ്സൈറ്റുകൾ, അതുപോലെ തന്നെ അധ്യാപകർക്ക് റിസോഴ്സസ് ലഭ്യമാക്കാനും കുട്ടികൾക്ക് മികച്ച രീതിയിൽ ക്ലാസ്സുകൾ എടുക്കുന്നതിനും അതുപോലെ തന്നെ ഓൺലൈനായിട്ട് കോഴ്സുകൾ ചെയ്യുന്നതും ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനും ഉപയോഗപ്രദമാവുന്ന വെബ്സൈറ്റുകൾ ഏതൊക്കെയാണ്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായാലും ഫണ്ട് നേടിയെടുക്കുന്നതിനും കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഏതെല്ലാം വെബ്സൈറ്റുകളുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയപ്പെടുന്ന എല്ലാ വെബ്സൈറ്റുകളും അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ എല്ലാ ലിങ്കും യൂസ് ചെയ്യുകയും പരമാവധി നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് കൂടുതൽ ഗുണമുള്ള അല്ലെങ്കിൽ കൂടുതൽ അറിവ് നേടുന്നതിനും സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ ഒന്ന് നാഷണൽ ഡിജിറ്റൽ ലൈബ്രറിയാണ്. ndl.iitkgp.ac.in എന്നുള്ള വെബ്സൈറ്റിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി നമുക്ക് കാണാൻ കഴിയും. ആ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറിയിൽ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന മെറ്റീരിയൽ, അതുപോലെ CBSE എക്സാമിനേഷൻ പ്രിപ്പറേറ്ററിക്കുള്ള മെറ്റീരിയൽസ്, എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസുള്ള മെറ്റീരിയൽസ്, സയൻസ് സ്റ്റുഡൻസുള്ള മെറ്റീരിയൽസ്, ഹ്യൂമാനിറ്റീസ്, ലിറ്ററേച്ചർ, ലോ ആൻഡ് മാനേജ്മെൻറ്റ് തുടങ്ങിയ എല്ലാ വിദ്യാർത്ഥികൾക്കുമുള്ള മെറ്റീരിയൽസ് അവിടെ ലഭ്യമാണ്. അപ്പോൾ സ്കൂൾ തലത്തിലുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടി സ്കൂൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ ലെക്ചേഴ്സ്, പ്രിപ്പറേഷൻ മെറ്റീരിയൽസ്, സിമുലേഷൻ ആക്ടിവിറ്റി തുടങ്ങിയിട്ടുള്ള ബുക്ക്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, CBSE NCERTയുടെ സ്റ്റേറ്റ് ബോർഡുമായി ബന്ധപ്പെട്ടുള്ള ബുക്സ് കാര്യങ്ങൾ എല്ലാം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ലോ ആൻഡ് മാനേജ്മെൻറ്റ് എന്നുള്ള ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ലെക്ചേഴ്സ്, സൊല്യൂഷൻസ്, ബുക്സ്, നോട്ട്സ്, അതുപോലെ തന്നെ ലോയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളും ലഭ്യമാകും. അത്തരത്തിൽ അത് എഞ്ചിനീയറിംഗ് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് എഞ്ചിനീയറിംഗിൻ്റെ കോമൺ സബ്ജക്റ്റ്, എയറോസ്പേസ് എഞ്ചിനീയറിംഗ് തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള പഠനശാഖകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം ലഭ്യമാണ്. ദെൻ അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കോവിഡ് റിസർച്ചുമായി ബന്ധപ്പെട്ടുള്ള കുറേ പബ്ലിക്കേഷൻസും ഡാറ്റയും ലഭ്യമാണ്. ഫീച്ചേർഡ് കളക്ഷനായിട്ടുള്ള മറ്റു പബ്ലിക്കേഷൻസും റിസോഴ്സസും അവൈലബിൾ ആണ്. അത്തരത്തിൽ പല രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ndl.iitkgp.ac.in എന്ന വെബ്സൈറ്റിൽ നിന്ന് ഒരു വിദ്യാർത്ഥിക്ക് പഠനത്തിനാവശ്യമായിട്ടുള്ള നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഉപയോഗിച്ചുകൊണ്ട് പഠനത്തിനാവശ്യമായിട്ടുള്ള ഒരുപാട് വിവരങ്ങൾ നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. മറ്റൊന്ന് സ്വയം ഓൺലൈൻ കോഴ്സാണ്. സ്വയം ഓൺലൈൻ കോഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിനീയറിങ്ങും നോൺ എഞ്ചിനീയറിങ്ങും സെക്കൻഡറി ആൻഡ് സീനിയർ സെക്കൻഡറിയുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കുകൾ, അതുപോലെ തന്നെ ഒരുപാട് നമുക്ക് എന്ത് ചെയ്യാം, MHRDയുടെ ഇനിഷ്യേറ്റീവിലുള്ള ഈ വെബ്സൈറ്റ് മുഖാന്തരം അസൈൻമെൻറ്റുകൾ ചെയ്യാനും ഓൺലൈൻ സർട്ടിഫിക്കറ്റുകൾ അക്വയർ ചെയ്യാനും കഴിയും എന്നുള്ളതാണ്. മറ്റൊന്ന് നാഷണൽ നോളജ് നെറ്റ്വർക്കാണ്. നാഷണൽ നോളജ് നെറ്റ്വർക്കിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാഷണൽ നോളജ് നെറ്റ്വർക്കിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആവുന്നു. മറ്റൊന്ന് NPTELൻ്റെ വെബ്സൈറ്റാണ്. NPTELൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാലും നമുക്ക് NPTEL നടത്തപ്പെടുന്ന ഓൺലൈൻ കോഴ്സുകൾ, ഫാക്കൽറ്റി ഇനിഷ്യേറ്റീവ്സ്, NPTEL ട്രാൻസ്ലേഷൻ തുടങ്ങിയിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിക്കാൻ കഴിയും. സ്വയം NPTELൻ്റെ ലോക്കൽ ചാപ്റ്റർ ഉപയോഗിക്കാൻ കഴിയും. ഇത്തരത്തിൽ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് വിവരങ്ങൾ NPTEL ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന് AICTE നാഷണൽ എഡ്യൂക്കേഷൻ അലയൻസ് ഫോർ ടെക്നോളജി. ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മോഡലാണ്. ഗവൺമെൻറ്റിൻ്റെ തന്നെ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മോഡലാണ്. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന് കീഴിലുള്ള ഒരു
ഓർഗനൈസേഷനാണ് ഈ പറയപ്പെടുന്ന സ്ഥാപനം. അതിലൂടെ അവർ ലക്ഷ്യമാക്കുന്നത് ടെക്നോളജിക്കൽ പ്രൊഡക്റ്റ്, എഡ്യൂക്കേഷൻ പെഡഗോജിയുമായി ബന്ധപ്പെട്ട് ടെക്നോളജിക്കൽ പ്രൊഡക്ട്സ് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ പറയപ്പെടുന്ന നീറ്റ് പ്രവർത്തിക്കുന്നത്. അതുപോലെ AICTEയുടെ എലിസ് ഉണ്ട്, ഇൻഫോപോർട്ട് ഉണ്ട്, ടോക്സ് ടു ടീച്ചർ ഉണ്ട്. ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സും അവരുടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാട്, കുട്ടികളുടെ മാനസിക വികാസം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ബെസ്റ്റ് ടീച്ചേഴ്സിൻ്റെ ടോക്സ്, ഇൻസ്പയറിംഗ് ടീച്ചേഴ്സിൻ്റെ ടോക്സ്, അവരുടെ വീഡിയോസ് തുടങ്ങിയവയെല്ലാം ഉണ്ട്. അതെല്ലാം ഉപയോഗിക്കാനും കുട്ടികളുടെ ഭൗതികവും മാനസികവുമായിട്ടുള്ള തലങ്ങളിൽ മാറ്റം വരുന്നു, അക്കാഡമിക്കലായിട്ടുള്ള മാറ്റം വരുത്തുന്നതിനും ഈ ഒരു വെബ്സൈറ്റ് യൂസ്ഫുള്ളാണ്. AVU, വിർച്വൽ ലാബ്സ്, FOSSEE, സ്പോക്കൺ ട്യൂട്ടോറിയൽ, യന്ത്ര, ഓസ്കാർ ++, കൽപ്പ, NCERTയുടെ ടെക്സ്റ്റ് ബുക്ക്, +2 വരെയുള്ള NCERTയുടെ എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും ലഭ്യമായിട്ടുള്ള EG പാഠശാല, UG PG MOOCs. EG പാഠശാലയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് epgp.inflip.net/ac.in എന്ന വെബ്സൈറ്റിൽ വരികയും ഈ പാഠശാല വഴി നമുക്ക് PGയുമായി ബന്ധപ്പെട്ട, പോസ്റ്റ് ഗ്രാജുവേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാഠഭാഗങ്ങൾ ഓൺലൈനായിട്ട് അസസ് ചെയ്യാനും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും കഴിയും. കൂടുതലായിട്ടുള്ള ആർട്ടിക്കിൾസും അതുപോലെ തന്നെ ജേണൽസും വായിക്കാനും അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള കോഴ്സുകൾ ചെയ്യാനും, ഓൺലൈൻ കോഴ്സ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഈ പാഠശാല വഴി കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാനും കൂടുതൽ മെറ്റീരിയൽസ് യൂസ്ഫുൾ ആക്കുന്നതിനും ഈ റിസോഴ്സസ് ഉപയോഗിക്കാനും കഴിയും എന്നുള്ള വ്യത്യസ്തമായ സബ്ജക്റ്റുകളിൽ ഒരുപാട് വിവരങ്ങൾ ഇതിലുണ്ട്. ഫോർ എക്സാമ്പിൾ കൊമേഴ്സിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ കൊമേഴ്സിൽ അറൗണ്ട് 446 സംതിങ് പേപ്പേഴ്സ് ഉണ്ട്. പേപ്പർ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. മാനേജ്മെൻറ്റ്, കൺസെപ്ഷൻ, ഓർഗനൈസേഷൻ, ബിഹേവിയറിൽ ഒരു മൊഡ്യൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട് എന്നുള്ള മൊഡ്യൂളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ PDF ലഭ്യമാകും. ആ PDF നമുക്ക് റീഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഏറ്റവും ബെസ്റ്റ് കണ്ടൻ്റ് ആയിരിക്കും ഇത്തരം മെറ്റീരിയലുകളിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഈ PG പാഠശാല, ഈ കണ്ടൻറ് ഫോർ കോഴ്സ് വൈസ് ഫോർ UG സബ്ജക്റ്റ്, അണ്ടർ ഗ്രാജുവേഷൻ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് പല സബ്ജക്റ്റുകൾക്കുള്ള കണ്ടൻറ് വൈസ്, സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ ലഭ്യമാണ്. അതുപോലെ സ്വയം പ്രഭ, ശോത് സിന്ധു, വിദ്വാൻ, SNLTR, നാഷണൽ എഡ്യൂക്കേഷൻ അലയൻസ് ഫോർ ടെക്നോളജി, കോഴ്സറ, വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒരുപോലെ ചെയ്യാവുന്ന കോഴ്സറ സർട്ടിഫിക്കറ്റോട് കൂടിയുള്ള കോഴ്സറയുമായി ബന്ധപ്പെട്ടുള്ള ലിങ്ക് അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. TCSI ഓൺ ഡിജിറ്റൽ ക്ലാസ് റൂം, എൻഹാൻസ്മെൻറ്റ് ഇൻ ലേണിംഗ് വിത്ത് ഇംപ്രൂവ്മെൻറ്റ് ഇൻ സ്കിൽ എന്ന പോർട്ടൽ, അതുപോലെ തന്നെ M-Tutor ഡിജിറ്റൽ ലേണിംഗ് ആപ്പ്, ഡിസൈൻ യുവർ സോളാർ സിസ്റ്റം ഫോർ ഹോംസ്, SOS, നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ, ക്വാണ്ടം ആൻഡ് നാനോ കമ്പ്യൂട്ടിംഗ്, ഡിജിറ്റൽ ലൈബ്രറി, ഇൻഫ്ലിപ്നെറ്റ് ലൈബ്രറി അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ ഒരു വിരൽത്തുമ്പിൽ തന്നെ എല്ലാ വിവരങ്ങളും ലഭ്യമാക്കുന്നതിന് ഇൻഫ്ലിപ്നെറ്റ് ലൈബ്രറി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ, യൂത്ത് ഫോർ വർക്ക്, IEEE റിസോഴ്സസ് ഫോർ ഡിജിറ്റൽ ലൈബ്രറി, IEEE എഞ്ചിനീയറിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിജിറ്റൽ ലൈബ്രറിയുടെ വെബ്സൈറ്റ് ഉണ്ട്. നാഷണൽ അപ്രൻറ്റീസ്ഷിപ്പ് ട്രെയിനിങ് സ്കീമിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്. ആകാശ് എഡ്യൂക്കേഷൻ പോർട്ടലിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്. സക്ഷത്തിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്. AICT ട്രെയിനിങ്, അട്ടൽ അക്കാഡമിയുടെ AICT ട്രെയിനിങ്ങിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്. AICT കൊളാബറേഷൻ, മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള വിത്ത് അതർ ഓർഗനൈസേഷൻ, മറ്റു സ്ഥാപനങ്ങളുമായിട്ട് AICTക്ക് ഏതെല്ലാം തരത്തിലുള്ള മെമ്പർഷിപ്പ് ഉണ്ട് അല്ലെങ്കിൽ മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് എന്നുള്ളതും തുടങ്ങിയ വെബ്സൈറ്റും ലഭ്യമാണ്. അപ്പോൾ ഈ വെബ്സൈറ്റുകൾ ഉപയോഗിക്കുന്നത് വഴി നിലവിലെ നിങ്ങളുടെ ഭൗതികമായിട്ടുള്ള വിവരങ്ങൾ കുറച്ചുകൂടി വർദ്ധിപ്പിക്കുന്നതിനും നിങ്ങൾ പഠനഭാഗം കുറച്ചും കൂടി നന്നായിട്ട് പഠനഭാഗം ഉപയോഗിക്കുന്നതിനും പഠിക്കുന്നതിനും സഹായിക്കും എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും നന്നായിട്ട് തന്നെ ഈ റിസോഴ്സസ് ഉപയോഗിക്കുക. ഓക്കെ, താങ്ക് യു.